When I practice Atmavichara, I experience a blank state, which feels like an excellent experience. ഞാൻ ആത്മവിചാരം ചെയ്യുന്ന സമയത്ത് ഒരു ബ്ലാങ്ക് സ്റ്റേറ്റ് ആണെന്ന് പറയുന്നു അനുഭവപ്പെടുന്നത്. അതൊരു നല്ല എക്സ്പീരിയൻസ് ആണ് എന്ന് പറയുന്നു. ഇൻ ദാറ്റ് സ്റ്റേറ്റ് ഐ എം നെയ്തർ ഹാപ്പി നോർ വറീഡ്. ആ സമയത്ത് എനിക്ക് സന്തോഷവുമില്ല, വെറീസും ഇല്ല. ഹൗവർ ആഫ്റ്റർ സം ടൈം ഐ ഓഫൻ ഫൈൻഡ് മൈസെൽഫ് റിട്ടേണിംഗ് വിത്ത് എ ഡൗട്ട്. കുറച്ച് സമയം കഴിയുമ്പോൾ ഒരു സംശയം കയറി വരികയാണ്. തോട്ട്സ് ലൈക്ക് കർമ്മ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ദിസ്. ചിന്തകൾ കയറി വരികയാണ്. കർമ്മം ചെയ്യണ്ടേ, അതിലും ഇമ്പോർട്ടൻ്റ് ആണ് എന്ന ചിന്ത വരികയാണ്. ഡോണ്ട് ജസ്റ്റ് സിറ്റ് ലൈക്ക് ദിസ്. ഇങ്ങനെ വെറുതെ ഇരിക്കേണ്ട. ആൻഡ് എ ലിസ്റ്റ് ഓഫ് പെൻഡിങ് ടാസ്ക്സ് അറൈസ്. കുറേ കാര്യങ്ങൾ ചെയ്യാണ്ടല്ലോ, അതിൻ്റെ ലിസ്റ്റൊക്കെ ഇങ്ങനെ കയറി വരും മനസ്സിലേക്ക്. വൈ ഡസ് ദിസ് ഹാപ്പൻ? എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നതെന്ന് പറയുന്നത് മനസ്സിലാക്കണം. അപ്പോൾ വിചാരം ചെയ്യുന്ന വ്യക്തിയാണ്, ചെയ്യുന്ന സമയത്ത് ഒരു ബ്ലിസ്ഫുൾ ആയിട്ടുള്ള സ്റ്റേറ്റ് വരുന്നുണ്ട്. കാരണം എക്സലൻ്റ് എക്സ്പീരിയൻസ് ആണെന്ന് പറയുന്നുണ്ട്, ബ്ലാങ്ക് സ്റ്റേറ്റ് ആണെന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് ഒരു സംശയം കയറി വരികയാണ്, ഇത് വേണോ വേണ്ടയോ എന്നുള്ളത്. ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പിക്ചർ അല്ലേ, ഡയഗ്രാം. ഇവിടെ ശരിക്കും എന്താ ഉള്ളത്? ഞാൻ എന്ന് പറയുന്ന യഥാർത്ഥ കോൺഷ്യസ്നെസ് ഉണ്ടല്ലോ, അതാണ് താഴെ ഐ എന്ന് പറയുന്നത് കാണിക്കുന്നത്. സെൽഫ് എന്ന് കാണിച്ചല്ലോ, അതാണ് ഞാൻ. അപ്പം യഥാർത്ഥ നിങ്ങൾ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദറ്റ് സെൽഫ്, നിങ്ങളതാണ്. പക്ഷേ നിങ്ങൾക്ക് തോന്നുന്നു ഞാൻ ഇതാണ് എന്ന്, ഈ ശരീരമാണ് എന്നൊരു തോന്നൽ വരുന്നു. അതാണ് മുകളിലുള്ള ഐ, ഈഗോ എന്ന് പറയും. അപ്പോൾ സെൽഫ് ആരാണ്? ദ റിയൽ യു. ഈഗോ ആരാണ്? ദി അൺറിയൽ യു. പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് റിയലാണ്. എന്നെ സംബന്ധിച്ച് ഈ ശരീരമുള്ള ഞാനാണ് യഥാർത്ഥ ഞാൻ എന്ന തോന്നലുണ്ടല്ലോ, അതൊരു പ്രഥമ ചിന്തയാണ്. അതാണ് ഈഗോ എന്ന് പറയുന്നത്. നമുക്കെല്ലാവർക്കും ആ ഒരു ഫീലിംഗ് ഉണ്ട് അല്ലേ? നേരത്തെ ചോദ്യത്തിലും ഞാനിതൊക്കെ ചെയ്യുന്നു, ഞാൻ ഭൗതികതയിലാണെന്നൊക്കെ പറഞ്ഞില്ലേ? അത് പറയുന്നത് ആരാ? സെൽഫായിരുന്നു? അല്ല, ഈഗോ ആയിരുന്നു. ആ ഐ ആണ് പറയുന്നത്. മഹർഷി അന്വേഷിക്കാൻ പറഞ്ഞതും അതേ ഐ ആരാണ് എന്ന് അന്വേഷിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ആ ഐ വരുന്ന സമയത്ത് വളരെ നാച്ചുറലായിട്ട് നമ്മുടെ മനസ്സിലേക്ക് കയറി വരുന്നത് ചിന്തകൾ. എല്ലാതരം ചിന്തകളും ഈ മുകളിലത്തെ ഐ, ഈഗോ ഉള്ളപ്പം വന്നുകൊണ്ടിരിക്കും. ഈഗോ അങ്ങനെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ വെൻ ഐ പ്രാക്ടീസ് ആത്മവിചാര ഐ എക്സ്പീരിയൻസ് എ ബ്ലാങ്ക് സ്റ്റേറ്റ് എന്ന് പറഞ്ഞല്ലോ, നല്ലൊരു എക്സ്പീരിയൻസ് ആണെന്ന് പറഞ്ഞല്ലോ. എനിക്ക് ആ സമയത്ത് സന്തോഷവും പ്രത്യേകിച്ച് പറയാനില്ല, വെറീസും ഇല്ല എന്ന് പറഞ്ഞല്ലോ. അത് ശരിക്കും ഇതാണ് അവസ്ഥ. ആ ഒരു മൊമെൻറ്റിൽ എങ്ങനെയോ ആ ഈഗോനെ നമ്മൾ ബൈപ്പാസ് ചെയ്തു. അപ്പം ഞാൻ ഈ ശരീരമാണ് എന്ന ഒരു ചിന്ത, ഒരു ബോധം ഇല്ലാതെയായി ആ മൊമെൻറ്റിൽ. എന്നിട്ട് ആ മൊമെൻറ്റിൽ എനിക്ക് സെൽഫിനെ സ്വല്പനേരം അറിയാൻ കഴിഞ്ഞു. അങ്ങനെ അറിയാൻ കഴിഞ്ഞപ്പോൾ ഒരു നല്ല എക്സ്പീരിയൻസ് ആണെന്ന് പറഞ്ഞില്ലേ, അതാണ്. ആ സമയത്ത് ഈഗോടെ പോയി. ഈഗോ കംപ്ലീറ്റ്ലി എക്സ്റ്റിങ്ക്വിഷ്ഡ് ആയി, സ്വയം നശിച്ചു പോയി. കാരണം ഹൂവമൈ ടെക്നിക്കിൻ്റെ ഒരു പ്രത്യേകത അതാണ്. നമ്മൾ ആ ഐയെ അന്വേഷിച്ച് പോകുമ്പോൾ അത് സ്വയം നശിച്ചു പോകും. എന്നേക്കുമായിട്ട് നശിക്കില്ല കേട്ടോ. എന്നേക്കുമായിട്ട് നശിച്ചു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് ഈ ചിന്ത വരില്ലായിരുന്നല്ലോ. അതാണ് അവർ പറഞ്ഞത്, ഈ എക്സ്പീരിയൻസ് അധിക സമയം നിൽക്കുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് മനസ്സിലേക്ക് രണ്ട് ചിന്തകൾ കയറി വന്നു. എന്തൊക്കെയാണ്? കർമ്മ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. എനിക്ക് ജോലി ചെയ്യണ്ടേ, അതല്ല ഏറ്റവും വലിയ പണി, എനിക്കത് ചെയ്യണ്ടേ. ഡോണ്ട് ജസ്റ്റ് സിറ്റ് ലൈക്ക് ദിസ്. ഇങ്ങനെ ഇരിക്കല്ലേ എന്ന് ഈ ഒരു അനുഭവത്തിൽ വന്നു എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ചോദിക്കണം, ഇങ്ങനെ രണ്ട് ചോദ്യങ്ങൾ വന്നപ്പോൾ ഞാൻ സെൽഫിൽ തന്നെയാണോ ഉള്ളത് എന്ന് അന്വേഷിക്കണം. ഈ രണ്ട് ചിന്തകൾ കയറി വന്ന സമയത്ത് ആർ യു എക്സ്പീരിയൻസിങ് ദ സെൽഫ് ഓർ ആർ യു എക്സ്പീരിയൻസിങ് ദ ഈഗോ? ഈ രണ്ട് ചിന്തകൾ വന്നപ്പോൾ നിങ്ങൾ സെൽഫിനെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണോ ചെയ്തത്, അതോ ഈഗോനെയാണോ അറിഞ്ഞത് എന്നാണ് ചോദിക്കാനുള്ളത്. ഓക്കെ, ഇവിടെ എന്താ പറയാനുള്ളത്? നിങ്ങൾ സെൽഫിനെ അല്ല അറിയുന്നത്. ഈ രണ്ട് ചിന്ത വന്ന സമയത്ത് നിങ്ങൾ സെൽഫിൽ അല്ല, അവിടുന്ന് സ്ഥാനം തെറ്റിപ്പോയി. കാരണം സെൽഫിൽ ചിന്തകൾ ഉണ്ടാവില്ല. നിങ്ങൾ സെൽഫിൽ നിൽക്കുമ്പോൾ, നിങ്ങളായി യഥാർത്ഥ നിങ്ങളായി നിലകൊള്ളുമ്പോൾ ചിന്തകൾ വരില്ല, ചിന്തകൾക്ക് സ്ഥാനമില്ല. എപ്പോഴാണോ സെൽഫിൽ നിന്ന് പുറത്തോട്ട് വരുന്നത്, തെന്നിപ്പോകുന്നത്, അവിടുന്ന് വിട്ടുപോകുന്നത്, ആ മൊമെൻറ്റിൽ യു ആർ നോ മോർ ദ സെൽഫ്, യു ബിക്കം ദ ഈഗോ. സത്യത്തിൽ ഈ രണ്ട് ചിന്തയും വന്നത് നിങ്ങൾക്കല്ല എന്നാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ രണ്ട് ചിന്തയും വന്നത് ആർക്കാണ്? നിങ്ങളല്ലാത്ത
എന്നാൽ നിങ്ങൾ ധരിക്കുന്ന, ഞാൻ ഈ ശരീരമാണ് എന്ന് ധരിക്കുന്ന ഒരു ഞാനുണ്ടല്ലോ, ആ ഞാനിനാണ് ഈ ചിന്തകൾ രണ്ടും വന്നത്. ചിന്ത വലുതോ ചെറുതോ എന്നല്ല വിഷയം, ചിന്ത വന്നിട്ടുണ്ടോ എന്നാണ് വിഷയം. ഞാൻ ഈഗോ ആയി നിൽക്കുമ്പോൾ തീർച്ചയായും ചിന്തകൾ വരും. ചോദ്യം ഇതായിരുന്നു, വൈ ഡസ് ദിസ് ഹാപ്പൻ? എന്തുകൊണ്ടത് സംഭവിക്കുന്നത്? നിങ്ങൾ ഈഗോ ആയിട്ട് മാറിയത് കൊണ്ടാണ്. ഇതുകൊണ്ടാണ് സംഭവിക്കുന്നത്. നിങ്ങളുടെ ആ എക്സ്പീരിയൻസ് കൂടുതൽ സമയം നിങ്ങൾക്ക് നിർത്താൻ കഴിഞ്ഞില്ല. കൂടുതൽ സമയം നിർത്താൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈഗോ ആയി മാറി. ഈഗോ ആയി മാറുമ്പോൾ ചിന്തകൾ വരും. ഈഗോന്റെ നിലനിൽപ്പ് തന്നെ ചിന്തയാണ്. ഈഗോ നാമരൂപങ്ങളുമായി കോർത്തിണങ്ങുമ്പോഴാണ് നിലനിൽപ്പുള്ളത്. സെൽഫിനതില്ല. സോ വെൻ യു ബിക്കം അറ്റാച്ച്ഡ് ടു ഒബ്ജക്ട്സ്, ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഈഗോ വന്നു. ഈഗോ ആണ് ചിന്തകളെ കൊണ്ടുവരുന്നത്. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ഉണ്ടാകുന്നതെന്ന് ചോദിക്കുന്നത് നിങ്ങളല്ല, ഈഗോ ആണ്. അതാണ് മഹർഷി പറയുന്നത്, ഉള്ളത് 40 26 വേഴ്സിൽ പറയുന്നതാണ്. ഇഫ് ദ ഈഗോ കംസ് ഇൻ ടു എക്സിസ്റ്റൻസ്, എവറിത്തിങ് കംസ് ഇൻ ടു എക്സിസ്റ്റൻസ്. ഈഗോ വന്നു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം വരും. ഇഫ് ദ ഈഗോ ഡസ് നോട്ട് എക്സിസ്റ്റ്, എവറിത്തിങ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ഈഗോ ഇല്ലെങ്കിൽ ഒന്നുമില്ല, ചിന്തകളും ഇല്ല. അതാണ് ചിന്തകളില്ലാത്ത ഒരു സമയമായിരുന്നു ആ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞത്. കുറച്ച് സമയം എനിക്ക് ചിന്തകളുണ്ടായിരുന്നില്ല, പ്രത്യേകിച്ച് സന്തോഷമില്ല. അവിടെ പറഞ്ഞ സന്തോഷം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഒരു കാരണം കൊണ്ടുള്ള സന്തോഷം ഉദ്ദേശിച്ചത്. ഇത് വളരെ ഡീപ്പായിട്ടൊരു പീസാണ്. അതാണ് നല്ല എക്സ്പീരിയൻസ് എന്ന് ഉദ്ദേശിച്ചത്. കുറച്ച് ശമ്പളം കൂടുന്ന സമയത്തുള്ള സന്തോഷം സന്തോഷമാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മളോട് ആൾക്കാർ പെരുമാറുമ്പോൾ സന്തോഷമാണ്. അതൊക്കെ സന്തോഷമാണ്. പക്ഷെ ഇതല്ല. ഇതൊരു ഡീപ്പ് സീറ്റഡ് പീസാണ്. അതിനകത്ത് സന്തോഷവും വേറെ പല സംഗതികളുണ്ട്, സ്നേഹമൊക്കെ ഉണ്ട്, ഭക്തിയും എല്ലാം ഉണ്ട്. അവിടുന്ന് തെന്നി മാറാൻ വിഷമമാണ്. വളരെ സ്ട്രോങ് ആയിട്ട് നിലകൊള്ളുന്നുള്ള അവിടെ ആർക്കും നിങ്ങളെ തട്ടി മാറ്റാൻ പറ്റില്ല. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് നിങ്ങൾക്ക് അത്ര വെറി ആയിട്ട് വരില്ല, പ്രശ്നം തോന്നുന്നില്ല. കാരണം യു ആർ ദെയർ ആസ് ദ സെൽഫ്. ബട്ട് വെൻ യു ബിക്കം ദ ഈഗോ, നിങ്ങൾ ഈഗോ ആയി മാറി കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? എവറിത്തിങ് കംസ് ഇൻ ടു എക്സിസ്റ്റൻസ്. ബാക്കി എല്ലാം ഉണ്ട്. ഈ ലോകം നിങ്ങൾക്കായിട്ടുണ്ട്, ചിന്തകളുണ്ട്. ഈഗോ ഇല്ലെങ്കിൽ ഒന്നും എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് മഹർഷി പറയുന്നു. എന്നിട്ട് മഹർഷി കണ്ടിന്യൂ ചെയ്യാണ്, ഇൻവെസ്റ്റിഗേറ്റിംഗ് വാട്ട് ദിസ് ഈസ് എലോൺ ഇസ് ഗിവിങ് അപ്പ് എവറിത്തിങ്. എല്ലാം നമ്മൾ ഉപേക്ഷിക്കുക എന്ന് പറയില്ലേ? എല്ലാം നമ്മൾ ഉപേക്ഷിച്ച് പോവുക എന്നൊക്കെ പറയില്ലേ? പലരും പറയാറില്ലേ? ഞാൻ ആത്മീയ പാതയിൽ വരുന്ന സമയത്ത് പലതും ഉപേക്ഷിക്കേണ്ടി വരുമോ എന്ന ചോദ്യം, സംശയമൊക്കെ ഉണ്ടാവും. ഉപേക്ഷിക്കലൊന്നുമില്ല. ഈ ഞാൻ എന്ന ശരീരബോധത്തെ മാത്രമേ ഉപേക്ഷിക്കുന്നുള്ളൂ. ഞാൻ ഈ ശരീരമാണ് എന്ന തെറ്റായ ധാരണയെയാണ് ഉപേക്ഷിക്കുന്നത്. ഇൻവെസ്റ്റിഗേറ്റിംഗ് വാട്ട് ദിസ് ഈസ് എന്ന് പറഞ്ഞാൽ ഈ ഈഗോ എന്താണ് എന്ന് അന്വേഷിക്കലാണ് ഗിവിങ് അപ്പ് എവറിത്തിങ്. ബാക്കി എല്ലാം നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യണം. പിന്നെ ഒന്നിനും വലിയ പ്രസക്തിയില്ല. പക്ഷെ എല്ലാം നിങ്ങളുടെ ലൈഫിലുണ്ടാവും. എവിടെയും പോകില്ലല്ലോ. എവിടെ പോവുക? നിങ്ങളുടെ പേരിലുള്ള ആധാരം ഒന്നും മാറില്ല. സെൽഫ് എൻക്വയറി ചെയ്യുമ്പോൾ മാറുമോ? അതൊക്കെ അവിടെ തന്നെ ഉണ്ടാവും. നിങ്ങളുടെ പേരിലുള്ള ലോൺ കൊടുത്തുണ്ടാവും. ഇതൊന്നും എവിടെയും പോവില്ല. പക്ഷെ ആ സമയത്ത് ഇതൊന്നും നിങ്ങളുടെ മനസ്സിലില്ല. കാരണം മനസ്സേ അവിടെ ഇല്ല. എങ്ങനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക? വീണ്ടും നേരത്തെ അതേ ചോദ്യങ്ങളാണ്. ആർക്കാണ് ഈ ചിന്തകൾ ഉണ്ടായത്? കർമ്മ ഈസ് മോർ ഇമ്പോർട്ടൻ്റ് എന്നുള്ള ചോദ്യം വരുമ്പോൾ അതിൻ്റെ പുറകെ പോകരുത്. പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് കഴിഞ്ഞു. നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ചെയ്തോളൂ. ആത്മവിചാരം ചെയ്തുകൊണ്ട് ബാക്കി എല്ലാ പണിയും വേണ്ടെന്ന് വെക്കാൻ പറയുന്നേ ഇല്ല. എല്ലാ പണിയും കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ ചെയ്താൽ മതി ആത്മവിചാരം. ഒരു തിരക്കുമില്ല. ആരാ പറയുന്നത് രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ 1 മണിക്കൂർ ചെയ്യണം? ആരും പറയുന്നില്ല. നിങ്ങൾക്ക് തോന്നുമ്പോൾ ചെയ്താൽ മതി. ആ ഒരു ഫ്രീഡം നമുക്കുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല. അങ്ങനെ വിചാരിക്കുന്നവരെ കൂടുതൽ സമയം ചെയ്യുന്നു കേട്ടോ. ഇത് ഞാൻ ചെയ്തിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നവരൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം പലതും വേണ്ടെന്ന് വെച്ചിട്ട് വേണ്ട, അതൊക്കെ ചെയ്തോളൂ. എപ്പോഴാണോ സമയം കിട്ടുന്നത്, 10 മിനിറ്റ് ആണെങ്കിൽ 10 മിനിറ്റ്, 20 മിനിറ്റ് ആണെങ്കിൽ 20 മിനിറ്റ്, ആ സമയത്ത് ചെയ്തോളൂ. കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ സുഖം നിങ്ങൾക്ക് മനസ്സിലാവും. ഈ സുഖം മനസ്സിലായി കഴിയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സമയം ചെയ്യാൻ പറ്റും. പിന്നീട് നിങ്ങൾ മറ്റുള്ള പണി ചെയ്യുന്ന സമയത്തും ആത്മവിചാരം ചെയ്തുകൊണ്ടാണ് ചെയ്യുക. കാരണം ആത്മവിചാരം എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, ചിന്തകളില്ലാത്തൊരവസ്ഥ എന്ന് മാത്രമേ ഉള്ളൂ. ചിന്തകളില്ലാതെ നിങ്ങൾക്ക് വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ സാധാരണ പാചകം ചെയ്യുന്നത് പോലെ ആവില്ല. പാചകം ചെയ്യുന്നത് ആരായിരിക്കും? മറ്റൊരു ഞാനായിരിക്കും.
നിങ്ങളോട് ആരെങ്കിലും ഒരു സംശയം ചോദിക്കുമ്പോൾ ഉത്തരം പറയുന്നത് ഈഗോ അല്ല. ഈഗോയിൽ എന്ത് ഉത്തരം പറയാനുള്ളത്? ഒരു വിവരമില്ലാത്ത സാധനമാണ്. എത്ര പഠിച്ചിട്ടും കാര്യമില്ല. ഞാൻ എന്ന ഒരു ഭാവം വന്നു കഴിഞ്ഞാൽ ഒക്കെ പോയി. കാരണം അത് മിഥ്യയാണല്ലോ. മിഥ്യയിലിരുന്നുകൊണ്ട്, ഇല്യൂഷനിലിരുന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. മിണ്ടാതിരിക്കാൻ നല്ലത്.